ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് 65ൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എഗ് 65 നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എഗ് 65 നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ടയാണ് പൊട്ടിച്ചൊടിക്കേണ്ടത്. ഞാനിവിടെ ഒരു 12 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വേണം, 10-12 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 10 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെങ്കിൽ, ചെറിയ ബട്ടൺ മഷ്റൂം ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. അത് ചെറുതായി അരിഞ്ഞത് കൂടെ അല്പം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് ചീസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് ചീസ്, നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ, മോസറല്ല അല്ലെങ്കിൽ ഏത് ചീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിലേക്ക് നമുക്ക് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതുപോലത്തെ ഒരു പാൻ വെക്കുക ഒരു സ്റ്റൗവിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിയുള്ള ഒരു പാൻ മറ്റേ സ്റ്റൗവിൽ നമ്മൾ നല്ലതായിട്ട് വെറുതെ കാലിയായിട്ട് വെച്ചൊന്ന് ചൂടാക്കണം. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ഓംലെറ്റാണ് നമുക്കിതിൻ്റെ ഉണ്ടാക്കേണ്ടത്. മുഴുവനും നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എല്ലാ മുട്ടയും ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ഒരു പാനും കൂടി ഇതുപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പാൻ വെച്ച് നമുക്കിത് അടച്ചു കൊടുക്കണം. എന്നിട്ടത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് നോക്കരുത്. ഒരു 10-12 മിനിറ്റെങ്കിലും നമുക്കിത് ഇങ്ങനെ തന്നെ അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പാനൊന്ന് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി വെച്ച് കൊടുക്കണം. അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ സമയത്തേക്ക് നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് നോക്കല്ലേ. അപ്പോൾ കണ്ടോ, നമ്മളുടെ മുട്ടയുടെ ഈ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ മുട്ടയൊന്നും ഒട്ടുമേ കരിഞ്ഞിട്ടില്ല. ഒരു നല്ലൊരു പെർഫെക്റ്റ് ഓംലെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് തണുത്ത് കിട്ടും. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമുക്കൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം. 4 സൈഡ് നമുക്കിതൊന്ന് മുറിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് മുറിച്ചെടുക്കണം. കണ്ടോ, ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇത് സ്ക്വയറിലായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലിപ്പമൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഈ വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതായിട്ട് ഇതിലും ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് നമുക്കിനി മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. മാരിനേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തൈര് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ഉടച്ചിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം.
ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കണം. കൂടെ നമുക്ക് റെഡ് ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എണ്ണ ചൂടാകാൻ വേണ്ടി ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ പീസസൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ഫ്രൈ ആണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമ്മളൊന്ന് ഒരു ഹാഫ് ആകുന്നത് വരെ നമുക്കിതൊന്ന് പകുതി ഫ്രൈ ചെയ്തെടുക്കണം. അത് എണ്ണയിലൊന്ന് കോരിയതിന് ശേഷം വീണ്ടും നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന അത് പിന്നെ രണ്ടാമതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതും ഇട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമതും ഇട്ട് കൊടുത്ത് ഞാനിത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്യാനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂട്ടത്തിൽ 2 വറ്റൽമുളക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന മുട്ടയെല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് ശകലം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. ഒരു വെറൈറ്റി ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ശകലം നാരങ്ങ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ഓപ്ഷനിലാണിത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നമുക്ക് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതിയാകും. കൂടെ എല്ലാം കൂടെ ഒന്നുകൂടെ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊരു സ്റ്റാർട്ടറാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം ഫ്രൈ ചെയ്തിട്ടുള്ള കറിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടെ നമുക്കൊന്ന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.